ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയം മധുരതരമാണെന്നാണല്ലോ, എന്നാൽ പിന്നെ ഒരു മധുരം തന്നെ ആവട്ടെ ഇന്ന്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഗുലാബ് ജാമുൻ, നല്ല ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ഗുലാബ് ജാമുൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ റെഡിമെയ്ഡ് മിക്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. വാലന്റൈൻസ് ഡേ ആഘോഷിക്കൂ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് പാൽ ചേർക്കാം. ഈ പാലൊന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക, മിൽക്ക് പൗഡർ. ചില പാൽപ്പൊടി ചെറിയ ചൂട് പാലിൽ തന്നെ കലരും, ചിലതിന് നല്ല പോലെ പാൽ തിളയ്ക്കേണ്ടി വരും. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാൽപ്പൊടി അനുസരിച്ച് ചെയ്യുക. ഒട്ടും കൈവിടാതെ ഇളക്കി കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കാം. ഇത് നല്ല പോലെ ഇളകി മിക്സായി വരും. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ കുറുകി വറ്റി വരും. അതുവരെ ഇളക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പാകത്തിലേക്ക് എത്തും. കണ്ടോ, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ ഓടിക്കളിക്കുന്ന ആ ഒരു പാകമാവുന്ന വരെ ഇളക്കി കൊടുക്കണം. തീ ഒട്ടും കൂട്ടണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങി. ഈ ഒരു പാകമാവുന്നത് വരെ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ പാലും പാൽപ്പൊടിയും കൂടി കട്ടിയാക്കിയത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി. ഒരു 2 നുള്ള അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് വല്ലാതെ ബലം പ്രയോഗിക്കരുത്. സോഫ്റ്റായിട്ടുള്ള മിക്സിങ്ങേ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ വല്ലാതെ ഹാർഡായി പോവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് മതിയാവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ബലം പ്രയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുഴയ്ക്കുന്നത്. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റും. മതി, ഈ ഒരു പാകത്തിന് റെഡിയായാൽ മതി. കണ്ടോ, വല്ലാതെ സോഫ്റ്റ് അല്ല, എന്നാൽ വല്ലാതെ ഹാർഡുമല്ലാത്ത ഒരു പാകം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സൊല്യൂഷൻ റെഡിയാക്കാം. ഇത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കപ്പ് അളവുകളൊക്കെ മെഷറിംഗ് കപ്പ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കപ്പ്, അതേ കപ്പ് തന്നെ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ചേർക്കുന്നതിനേക്കാൾ ഇതായിരിക്കും നല്ലത്. നമുക്ക് ആ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നമ്മുടെ ഷുഗർ സൊല്യൂഷനിൽ ഇങ്ങനെ ഏലക്ക തരികൾ കിടന്ന് ഭംഗി കുറയില്ല. നല്ലപോലെ തിളച്ച് തുടങ്ങി. തിളച്ച് നല്ലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആവും. ഒരു നൂൽ പാവൊന്നും ആവണ്ട, ഒന്ന് കൊഴുത്ത് വന്നാൽ മതി. ഒരു 4 മിനിറ്റൊക്കെ തിളയ്ക്കുമ്പോഴേക്കും ആവും. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് പോവില്ല. ഈ ഒരു കൊഴുത്ത ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഫ്രൈ ചെയ്തെടുക്കണം.
ഉരുളകളുടെ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. തീരെ ചെറുതായിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ല ഒരു മീഡിയം സൈസിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും മാവ് എടുത്തിട്ട് ഈ ഒരു സൈസിലാണ് ഉരുട്ടുന്നത്. നമ്മൾ ഏത് സൈസിൽ ഉരുട്ടിയാലും ഫ്രൈ ചെയ്ത് വരുമ്പോൾ അല്പം കൂടെ വലിപ്പം കൂടും. അതുപോലെ ഒട്ടും ക്രാക്സ് ഇല്ലാതെ ഉരുട്ടാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ മാവും ഉരുട്ടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്, കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും. ഒരു 19 എണ്ണം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഒരേ സൈസിൽ ക്രാക്സ് ഇല്ലാതെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. എണ്ണ വല്ലാതെ ചൂടാവണ്ട, ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടുകയും വേണ്ട, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് എണ്ണയിലുണ്ടാവണം. ഞാനൊരു 6 എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, എന്നാലേ എല്ലാ സൈഡും ഒരേപോലെ ആവും. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കണം. ഉള്ളിൽ നല്ലപോലെ വേവും വേണമല്ലോ. വറുത്ത് കോരുന്നത് നേരെ ഷുഗർ സൊല്യൂഷനിലേക്ക് ഇടരുത്, ഇതിൽ എണ്ണയൊക്കെ ഒന്ന് പോട്ടെ. ആദ്യം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. തീ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി, പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഇതുപോലെ നമുക്ക് മുഴുവനും ഇളക്കി കൊടുത്ത് തന്നെ വറുത്തെടുക്കാം. നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ വറക്കണം. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് ഗുലാബ് ജാമുൻ. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണെങ്കിലും സൗത്ത് ഇന്ത്യൻസിനും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഷുഗർ സൊല്യൂഷൻ കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. എൻ്റെ ടിഷ്യൂ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കുറച്ചൊക്കെ എണ്ണ ഉണ്ടായിരുന്നു. ഈ എണ്ണയോടുകൂടി നമ്മൾ ഡയറക്റ്റ് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, ഒരു എണ്ണ ചുവ വരും. അതുകൊണ്ടാണ് നേരെ ഷുഗർ സൊല്യൂഷനിൽ ഇടരുതെന്ന് പറഞ്ഞത്. ഒന്ന് മുക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് നേരം മുങ്ങിക്കിടന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് സ്വീറ്റ് ഗുലാബ് ജാമുൻസ് റെഡിയാകും. ഇത് നിങ്ങൾക്ക് ചൂടോടെയോ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ആസ്വദിച്ച് കഴിക്കൂ. എൻജോയ് യുവർ വാലന്റൈൻസ് ഡേ.